ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ സുഖമാണല്ലോ അല്ലേ? കഴിക്കാനായിട്ട് കൂടെ വന്നോളൂ കേട്ടോ. അതെ, അപ്പോൾ പിന്നെ ഞാൻ അകത്തോട്ട് കയറിയത് കിച്ചണിലോട്ടാണ്. ഇവിടെ എന്താ പണിയെന്ന് നോക്കാനായിട്ട് തന്നെയാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. കളർ ആയിട്ടില്ല, കളർ നല്ല ബ്ലാക്ക് കളറാവും അല്ലേ ഏട്ടാ? നമ്മൾ കുത്തി നോക്കുകയാണ്. നമ്മളെ സ്വന്തം ചേട്ടന്റെ കടയാണ്, അതൊന്നും കരുതണ്ട. എന്തായാലും അടുത്ത് നിൽക്കുന്ന ചേച്ചിയോടും ഹായ് പറഞ്ഞിട്ട് ഞാനിതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടിക്കൊള്ളണം. കണ്ടിട്ട് നല്ല വൃത്തിയുള്ള കടയാണെന്ന് തോന്നുക, വേറെ ഒന്നുമല്ല. ഞാൻ കഴിക്കാനായിട്ട് കയറിയപ്പം ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി, അപ്പോൾ എനിക്കൊരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഈ കടയിൽ വീഡിയോ എടുക്കാൻ വിളിച്ച് പോയതുമല്ല, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയതുമല്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഇരിക്കുന്നിടത്താണല്ലോ ഒരു കണ്ടൻറ്റ് കിട്ടുക അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. വീണ്ടും പറയണേ, എനിക്ക് മീനും ഇറച്ചിയൊന്നും വേറെ മറ്റുള്ള കടകളിൽ പോയിട്ട് വാങ്ങി കഴിക്കുന്ന വലിയ താല്പര്യമല്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല എന്നല്ല. എന്ത് പറയാനാണ്, ഇഷ്ടം ചില ടൈമിൽ എനിക്ക് ഒരു മനസ്സിനൊരു ഇഷ്ടം തോന്നും, അപ്പോഴും വാങ്ങി കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക്. എന്തായാലും ഒന്നും ആലോചിച്ചില്ല, അതെ സാമ്പാർ കറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറും സാമ്പാറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എന്തായാലും ഞാനിതാ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഒത്തിരി നാൾ കൊണ്ട് വിചാരിക്കുക ഇതുപോലുള്ള കടകളിൽ പോയി ഇനി എടുത്ത് വെറുതെ കേട്ടോ, എൻ്റെ ശരീരം കൂടുന്നതെന്നല്ലാതെ എനിക്ക് വേറൊരു പ്രയോജനമില്ല. പിന്നെ പാവപ്പെട്ടവരുടെ കടയാണെങ്കിൽ അവർക്കൊരു എന്ത് പറയാനാണ്, ഒരു പരസ്യം ആയിക്കോട്ടെ എന്നുള്ള രീതി മാത്രമാണ്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുള്ളി കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ കഴിക്കാനായിട്ട് കയറിയത്, അല്ലെങ്കിൽ ഞാൻ കയറത്തുമില്ലായിരുന്നു. എന്തായാലും ഭക്ഷണം കൊള്ളാം കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പർ ഭക്ഷണമാണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ കേട്ടോ. ഉപ്പും മുളകുമാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പം എന്തായാലും ഞാൻ ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ കൂടെ കഴിക്കാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ടോ? കൊള്ളാം, സാമാന്യം നല്ല അടിപൊളി ഭക്ഷണം തന്നെയാണ്. വീട്ടിലെ ഊണെന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെടും. എന്തായാലും അടുത്തിരിക്കുന്ന ആൾക്ക് ഇതേ ബിരിയാണിയാണ് കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ. പുള്ളി പറഞ്ഞ് അത്രയും കഴിക്കത്തില്ല, കുറച്ച് ബിരിയാണിയും കൂടെ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നമുക്കൊരു പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്നേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണിയും കൂടെ എടുത്ത്, ഇട്ട ചോറ് അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം കുറച്ച് ബിരിയാണിയും കൂടെ എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ബിരിയാണിയുടെ വലിയ ഇതില്ല. ഉച്ചയ്ക്ക് ഒരു ഊണാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മസ്റ്റായിട്ട് ഇഷ്ടമുള്ള കാര്യവും കൂടെയാണ്. എന്തായാലും ബിരിയാണിയും കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ബിരിയാണി തന്നെയാണ്, സൂപ്പറായിട്ടുണ്ട്. ഒരുപാട് പീസും ഉണ്ട് കേട്ടോ. ബീഫ് ബിരിയാണിയാണ്, ഒരുപാട് ബീഫ് അതിൽ കൂടുതലും ഉണ്ടെന്നാണ് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ആളും പറയുന്നത്. എന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കണ്ടോ, ബീഫ് കണ്ടോ കൂടുതലും. ഇനി നമുക്ക് പോകേണ്ടത് വെറൈറ്റി കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും കട ഉടമയോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ടാറ്റ ബൈ ബൈ, സി യു. അടുത്ത പുതിയ വിശേഷവും കാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ.